ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പാകിസ്ഥാൻ ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് സാർ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഇത് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചത്. ടെററിസ്റ്റായിട്ട് ഈ രാജ്യം പ്രഖ്യാപിക്കുന്നു എന്നാണ് പ്രസ്താവന. കുത്തുവാള എടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലെങ്കിലും പാകിസ്ഥാൻ്റെ പ്രഖ്യാപനത്തിന് ഹമാസ് സ്വാഗതം ചെയ്തു, സ്വാഭാവികമായും. അപ്പോൾ ഹമാസ് എങ്കിലും പാകിസ്ഥാനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, മറ്റു രാജ്യങ്ങൾക്കൊന്നും വേണ്ടെങ്കിലും. ഈ പാകിസ്ഥാനിൽ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ധാരാളമായിട്ട് നടക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം വരുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ ഭരണകൂടം അവിടുത്തെ ഇസ്ലാമിസ്റ്റ് പാർട്ടി തെഹ്രീക്ക് ലബൈക്ക് പാകിസ്ഥാൻ TLP അവരുമായിട്ട് ഒരു ഡീല് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നിട്ട് അവരുടെ ഒരു ഡിമാൻഡും കൂടിയാണെന്ന് തോന്നുന്നു ഈ നെതന്യാഹുവിനെ ഭീകരനായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളത്. ഒരു സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ എൻ്റെ അച്ഛനൊരു ഭാരതരത്നം വേണമെന്നൊക്കെയാണല്ലോ പറയുക, ഉത്തർപ്രദേശിലൊക്കെ എന്ന് പറഞ്ഞ പോലെ ഈ പാർട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നുന്നു. തെഹ്രീക്ക് ലബൈക്ക് പാകിസ്ഥാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. നെതന്യാഹുവിനെ ടെററിസ്റ്റായിട്ടും ഇസ്രയേലിനൊരു ഭീകര രാജ്യമായിട്ടും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു, പലസ്തീനിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ഭീകരതകൾക്കൊക്കെ ഉത്തരവാദി നെതന്യാഹു ആണ്. അതുകൊണ്ട് അയാളെ ഞങ്ങൾ ഭീകരനായിട്ട് കണക്കാക്കുന്നു. ഈ ലോകം മുഴുവൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഭീകരനായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. ദ എക്സ്പ്രസ് ട്രിബ്യൂണിൽ വന്ന വാർത്തയാണിത്, പാകിസ്ഥാനിലെ. ഇപ്പം ഞാൻ വായിച്ചത്. അതെ, ഈ ന്യൂസ് പേപ്പറിൽ പിന്നെയും കാണുന്നത് ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പോകണം പാകിസ്ഥാൻ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ ഇസ്രായേൽ കമ്പനികളെയും ഉൽപ്പന്നങ്ങളെയൊക്കെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന കമ്മിറ്റി ഒരു പട്ടികയും ഉണ്ടാക്കും. അത് ഈ ഇവർ ഇസ്രയേൽ ഉണ്ടാക്കുന്ന വാർ ക്രൈംസ് ഉണ്ടല്ലോ, യുദ്ധക്കുറ്റങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെടുന്ന കമ്പനികളുടെ പട്ടിക ഉണ്ടാക്കിയിട്ട് ആ കമ്പനികളെ ബോയ്ക്കോട്ട് ചെയ്യാനാണ് തീരുമാനമെന്ന് ബ്ലാക്ക് ലിസ്റ്റ് ഷഹബാസ് ഷെറീഫ്, പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് റാണ സനാവുള്ള ഈ പത്രത്തിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. സാർ എങ്ങനെ തോന്നുന്നു, ഇതിനെങ്ങനെ നോക്കി കാണാൻ പറ്റും? ഇതിൽ ഒരു കാര്യം ഉറപ്പായി. കാരണം ഈ ഒരാളെ മുസ്ലിം ലോകം ഒരാളെ ഭീകരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളുടെ മേലിനി ആർക്കും യാതൊരു നിയന്ത്രണവുമില്ല. അയാൾ എന്തും ചെയ്യാം. അയാൾ ചെയ്യുന്ന എന്ത് അതിക്രമവും എന്തു തന്നെ ആയിരുന്നാലും വരും വരായികളൊക്കെ സഹിച്ചു കൊള്ളുക, അല്ലെങ്കിൽ സഹിക്കാൻ കാത്തിരിക്കുക എന്നൊരു മെസ്സേജ് അതിനകത്തുണ്ട്. ബിൻ ലാദനെ കുറിച്ച് ഏതാണ്ട് ഇതേ സന്ദേശം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഉള്ള രാജ്യങ്ങൾ ഒരു കാലത്ത് കൊടുത്തിരുന്നു. സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ടെററിസ്റ്റ് എന്ന് മുസ്ലിം ലോകം ഒരാളെ വിളിച്ചാൽ രണ്ട് കാര്യമാണ്. ഒരാൾ ഒന്ന് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ അയാളല്ലാതെ ഇനി ഒരാളും ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് ഇനി ആരും സഹായം തേടാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നീതിയോ കാരുണ്യമോ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു പുതിയ ലോകത്തെ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി, പ്രത്യേകിച്ച് പലസ്തീൻ പൊളിറ്റിക്സിലെ ഒരു റിയാലിറ്റി ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. ഇനി അതിനെ രാജ്യമായിട്ടല്ല, ഇസ്രായേൽ ആലോചിച്ച് നോക്കൂ, ഒരു പ്രൈം മിനിസ്റ്റർ, ലോകത്തിലെ ഒരു രാജ്യം, ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചൊരു രാജ്യം, ശക്തമായൊരു രാജ്യം, അറബ് ലോകത്തൊക്കെ വലിയ സ്വീകാര്യതയുള്ളൊരു രാജ്യം, ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററെ ഒരു ടെററിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ഇനി ഇസ്രായേലിൻ്റെ നടപടികളിൽ നിന്ന് ഇന്ന് വരെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിലെ തെഹ്രീക്ക് ലബൈക്ക് ഉണ്ടല്ലോ, തെഹ്രീക്ക് ലബൈക്ക് ഉൾപ്പെടെയുള്ള വളരെ പരസ്യമായ ഹമാസ് അനുകൂല സംഘടനകൾക്ക് പോലും ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല. അവർക്ക് തന്നെ കൊടുക്കുന്ന മെസ്സേജാണ്. പ്രധാനമന്ത്രിക്ക് അതാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടെ എന്ത് പ്രകടനം നടത്തിയാലും ഇസ്രായേലിൽ നിന്ന് ഇനി ഭീകരപ്രവർത്തനമല്ലാതെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എനിക്ക് തോന്നുന്നൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ നിലപാടിനെ MA ബേബി, P രാജീവ്
എം വി ഗോവിന്ദൻ, പിണറായി വിജയൻ ഇവരൊക്കെ സ്വാഗതം ചെയ്യേണ്ടതാണ്. ആ പ്രസ്താവന ഒരു പക്ഷേ മലയാള പത്രങ്ങളിൽ വരാത്തതുകൊണ്ടായിരിക്കാം. അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ ഒരു കാര്യം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. ഇതിൽ എനിക്ക് കൗതുകം നൽകുന്ന ഒരു കാര്യമുണ്ട്. കൗതുകം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഏറ്റവും അടുത്ത കൂട്ടാളിയായി സമീപകാല രാഷ്ട്രീയ നീക്കങ്ങളിലൊക്കെ രഹസ്യമായും പരസ്യമായും നമ്മൾ കണ്ടുവരുന്നത് ചൈനയെയാണ്. അതെയല്ലോ ആണ്. ചൈന പോയി, ഏറ്റവും ഒടുവിലത്തെ വാർത്ത നമ്മൾ കണ്ടല്ലോ, ചൈന പോയിട്ട് അൽഫത്തഹിനെയും ഹമാസിനെയും ഒന്നിപ്പിച്ചിട്ട് അവശേഷിക്കുന്ന ഒരു ഫലസ്തീൻ ഐഡന്റിറ്റിക്ക് വേണ്ടി ഇനി സംസാരിക്കാൻ ഞാനേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് അപ്പുറത്തെ നെതന്യാഹുവിനെ ഭീകരവാദിയായി പ്രഖ്യാപിക്കുന്നു പാകിസ്ഥാൻ. ചൈന പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത്. ഒരു പക്ഷേ അതാവാം. എന്ന് മാത്രമല്ല, പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബാന്ധവത്തിന്റെ ഒരു പുതിയ ദൃഷ്ടാന്തം കൂടി ഏറെക്കുറെ ഒരു ദിവസത്തെ ഇടവേളയിലാണ് ഈ വാർത്ത വന്നതെന്ന് തോന്നുന്നു. അതേ ആണ്, ഒറ്റ ദിവസത്തെ ഇടവേളയിലാണ്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തീരുമാനം എടുക്കുന്നത് പരസ്പരം ഒരുമിച്ചിരുന്ന്. പാകിസ്ഥാൻ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ 14 സംഘടനകൾ, ഇസ്രയേലിലെ 14 സംഘടനകൾ, ഗ്രൂപ്പുകൾ ബെയ്ജിങ്ങിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾ അതിൽ അണ്ടർസ്റ്റുഡായൊരു വാക്യം കൂടി ഉണ്ട്. ഭീകരവാദിയാണ്, നിങ്ങളെ സഹായിക്കാൻ ഈ കണ്ട ലോകത്തിലെ ഇത്രയും വഷളാക്കി ഫലസ്തീനികളുടെ ഭാവിയെ, അറബ് ജനതയുടെ ഭാവിയെ ഇത്രമേൽ ദുരിതമയമാക്കി തീർത്ത അറബ് രാജ്യങ്ങളൊന്നും നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്കിനി രക്ഷ വേണമോ? നിങ്ങൾക്കൊരു പുതിയ മിശിഹ വന്നിട്ടുണ്ട്, ചൈന എന്നാണ് അവൻ്റെ പേര്. അവനാണ് ഇപ്പോൾ ഫലസ്തീനികൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭീകരവാദിയെ നിലക്ക് നിർത്താൻ അവൻ വന്ന് ഫലസ്തീനെ മുഴുവനായിട്ട് വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷ വേണമെങ്കിൽ ഈ ചൈന എന്ന യജമാനെ സേവിച്ചുകൊള്ളുക, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വണങ്ങിക്കൊള്ളുക എന്നൊരു മെസ്സേജ് ആയിരിക്കണം. ഇന്ത്യയുടെ അയലത്ത് ചൈനയും പാകിസ്ഥാനും, 2 അയൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള നിലപാടിന് വിരുദ്ധമായി നിലകൊള്ളുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ചൈനയും പാകിസ്ഥാനും. അല്ല സാർ, ഇത്രയും കാലം ഈ ചൈന ഇസ്രായേലിന്റെ കാര്യത്തിലൊന്നും ഇടപെട്ടിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കയറി അതിനകത്തേക്ക് ഒരു ഇൻവോൾവ്മെന്റ്, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുന്നില്ലേ? അതെ, ഇത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഈ ഹമാസും ഫത്തയുമായിട്ട് 10-14 കൊല്ലമായിട്ട് അവർ തമ്മിൽ മിണ്ടുക പോലും ഇല്ലായിരുന്നു. അവർ ഉൾപ്പെടെയുള്ള 14 പലസ്തീൻ ഗ്രൂപ്പുകളെ വിളിച്ചിട്ട് നിങ്ങളിനി ഒന്നിച്ച് നീങ്ങണം എന്ന് ചൈന അവർ ഉപദേശിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര സ്വാധീനമുണ്ട്. അറബ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ചൈനയേക്കാൾ കൂടുതൽ സൗഹൃദം അവിടുത്തെ ഷെയ്ഖുമാരൊക്കെ മോദിയാണ് സാധാരണഗതിയിൽ ആലിംഗനം ചെയ്യാറ്. അങ്ങനെ ആലിംഗനം ചെയ്യുന്നത് കണ്ട് ചൈനയ്ക്ക് വല്ലാതെ വിരൽ പിടിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. മിഡിൽ ഈസ്റ്റിൽ വല്ലാതെ ചൈന ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അവർ ഇറാനും സൗദി അറേബ്യയുമായിട്ടൊരു സമാധാന ഉടമ്പടി ഇതിനു മുമ്പ് ഇതുപോലെ ഒപ്പിടുവിച്ചിട്ടുണ്ട് ചൈന. അപ്പോൾ ഇന്ത്യ വലിയൊരു പ്ലെയറാണ് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ. ഇനി ഞങ്ങളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നിരിക്കുകയാണ് ചൈന എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ കൂടുതൽ ആ രംഗത്തേക്ക് ഇറങ്ങി വരികയും ഈ ഇന്ത്യ പസഫിക് മേഖലയുണ്ടല്ലോ, സൗത്ത് ഏഷ്യ, ഇവിടെ ഇന്ത്യ ഒന്നുമല്ല, ഞങ്ങൾ തന്നെയാണ് മുന്നിൽ. ജനസംഖ്യയിൽ അവരിപ്പോൾ ഒത്തിരി മുന്നിൽ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മേധാവിത്വം ഞങ്ങൾക്ക് തന്നെയാണ്, ഞങ്ങളിവിടെ അമേരിക്കയെ റീപ്ലേസ് ചെയ്യാണ് എന്നുള്ള സന്ദേശമാണ് ചൈനയും കൊടുക്കുന്നത്. അത് നല്ല സന്ദേശമാണ്. കൃത്യമായിട്ട് അത് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഒരു കാര്യം ചോദിച്ചാൽ, ഈ അറബ് രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ലല്ലോ. അറബ് രാജ്യങ്ങളുടെ ഈ പറയുന്ന പലസ്തീനെ പിന്തുണയ്ക്കുന്നില്ല, ഇസ്രായേലിനല്ലേ പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമില്ലേ? അതിനകത്ത് രാഷ്ട്രീയം മാത്രമല്ല, സമ്പദ്ഘടന, സൈനിക ശാസ്ത്രം ഒക്കെ ഉണ്ട് അതിനകത്ത്. കാരണം അറബ് ലോകങ്ങൾക്ക് ആയുധം, എഞ്ചിനീയറിങ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ രംഗം, ഈ സ്പൈ വർക്ക്, സുരക്ഷ, ഈ കാര്യങ്ങളിലൊക്കെ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഏറ്റവും സ്വീകാര്യവും ഏറ്റവും ശക്തനുമായ കൂട്ടാളി ഇസ്രായേലാണ്. വേറൊരു കാര്യം, ഞാൻ ഒരു കാലത്ത് അറേബ്യയിലെ ഒരു എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും കൂടുതൽ കമ്പനികൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ കമ്പനികൾ കരാറെടുത്തിരുന്നത് ഒരു ഘട്ടത്തിൽ അമേരിക്കയായിരുന്നു.
അമേരിക്കയിൽ നിന്ന് ആ കരാറുകളൊക്കെ പതുക്കെ പിൻവാങ്ങി പോവുകയും ഇപ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാൻ്റെ കരാറുകളൊക്കെ പോകുന്നത് ഇസ്രായേൽ കമ്പനികൾക്കാണ്. അവരുടെ എൻജിനീയറിംഗ് പെർഫെക്റ്റ് ആണ്, അവരുടെ പ്ലാനിങ് പെർഫെക്റ്റ് ആണ്, അവരുടെ സോഫ്റ്റ്വെയർ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് നിഷേധിക്കാനാവാത്തൊരു ശക്തിയായി. ട്രംപിന്റെ മകളുടെ ഭർത്താവ് ജൂതനാണ്. ആണോ? അപ്പൊ ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്നപ്പോ ഈ മകളുടെ ഭർത്താവ് ഇടക്കിടയ്ക്ക് സൗദി പോയിട്ട് ഈ സൽമാൻ രാജകുമാരനെ കാണുമായിരുന്നു. അപ്പോ ഒരു ഇസ്രയേലിന്റെ ഇടനിലക്കാരൻ എന്നുള്ള നിലയ്ക്കാണ് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഓ, അത് വളരെ കറക്റ്റാണ്. ആ സാധ്യത വളരെ സത്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അമേരിക്കക്കും ആ ഒരു അമേരിക്കയുടെ ഒരു പിന്മാറ്റമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ്സ് പതുക്കെ കുറഞ്ഞു തുടങ്ങുകയും ആ സ്ഥാനത്തേക്ക് ഇസ്രായേൽ വരികയും ചെയ്യുന്നതിൻ്റെ ഒരു കെറിവ് കൂടി ഇസ്രായേൽ ഭരണകൂടത്തോട് അമേരിക്ക പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധം നിർത്തണം, സീസ് ഫയർ വേണം, നാളെ നിർത്തണം, ഇന്ന് നിർത്തണം, പോയി പണി നോക്കാൻ പറഞ്ഞു ഇസ്രായേൽ ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ടാണ് ടെററിസ്റ്റ് ആണ് എന്നൊക്കെ ഒരു പ്രഖ്യാപിക്കുന്നത്. പിന്നെ നമ്മള് ഇസ്രയേലുമായിട്ട് ഇന്ത്യ ഈ ആയുധ ഇടപാടുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കുന്ന. അപ്പൊ നമുക്ക് ആയുധം സപ്ലൈ ചെയ്യുന്ന 1971 നമ്മുടെ യുദ്ധം ഉണ്ടല്ലോ ബംഗ്ലാദേശ്, ആ സമയത്തും ഇസ്രയേൽ നമുക്ക് ധാരാളം ആയുധം തന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ കാണാം. സാർ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമാണ് ചോദിക്കാം. ഈ ഒരു വർഷം കൊണ്ട് ഇസ്രയേൽ ഈ ഗസയിൽ നിന്ന് ഈ ഹമാസിനെ പൂർണ്ണമായും നീക്കം ചെയ്യും, ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, വെസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഗസ എന്നിവിടങ്ങളിലെ മുഴുവൻ ആളുകളെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും എന്നൊരു നിലയിലേക്ക് മുന്നേറുമോ? അത് 2048 ആണത് സംഭവിക്കുക. കാരണം 2048 ശതാബ്ദിയാണ് ഇസ്രയേൽ നിലവിൽ വന്ന ശേഷം. 1948 നിലവിൽ വന്നത്. 2048 നമ്മൾ ഗാസയിലും മറ്റേ വെസ്റ്റ് ബാങ്കിലും ഒക്കെ ഇത്രയും 5000 വീടുകളുള്ള കെട്ടിടം നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്ലാനൊക്കെ തയ്യാറാണ്. 48 വരെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, 48 വരെ അവർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയും തോന്നുന്നു. കാരണം അവരുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2048 ആകുമ്പോൾ മൊത്തം ഭാഗം അവരുടെ കയ്യിലാണ്. മീൻസ് ഇപ്പോൾ അവരുടെ നീക്കങ്ങൾ കണ്ടാൽ അത് ഏത് രാജ്യവും അങ്ങനെ ചിന്തിക്കുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പൊ 48 പൊളിറ്റിക്സ് ഈ 2024 പുലർത്തുന്നതാണ്. ആ മാനസികാവസ്ഥ വെച്ച് പുലർത്തുന്നതാണ് അറബ് ലോകത്തിന് പറ്റുന്നത്. 1948 അവർ സ്വീകരിക്കേണ്ട നിലപാട് സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ പലസ്തീൻ ഉപദ്വീപ് അറബ് ജനതക്കും ജൂതന്മാർക്കും ഒരുപോലെ വീതം വെക്കാനാണല്ലോ തീരുമാനിച്ചത്. രണ്ട് ജനതക്കും ഒരുപോലെ വൈകാരികമായി ബന്ധമുള്ള നാടുമാണ്. അവരുടെ ദേവാലയങ്ങളും വിശ്വാസവും ഒക്കെ അവരുടെ പ്രവാചകന്മാരും ഒക്കെ ഉള്ള നാടാണ്. വേണമെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കും അവകാശപ്പെടാവുന്ന നാടാണ്. 3 സെമിറ്റിക് മതങ്ങളുടെയും വേരോട്ടമുള്ള മണ്ണാണ്. പക്ഷെ അവിടെ ക്രിസ്ത്യാനിറ്റി അവിടെ ഭരണകൂടമായി വന്നപ്പോൾ അവർ വളരെ സമർത്ഥമായി ഭരണകൂടം ചെയ്യേണ്ട ഒരു പണി ഞങ്ങൾ ക്ലെയിമില്ല, നിങ്ങൾ ഈ ജോർഡാൻ നദിക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സമാധാനപൂർവ്വം ജീവിച്ചോളൂ. അതാണ് 48 കരാറായിട്ട് വന്നത്. മാന്യമായി ആ കരാറ് സ്വീകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അറബ് ലോകം പകരം ചെയ്തത് ഇസ്രായേലിനെ പോയി ആക്രമിച്ച യുദ്ധങ്ങളൊക്കെ തോറ്റുകൊണ്ടേയിരുന്നു. ഇനിയിപ്പോൾ വിലപിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ വന്ന് അകാരണമായി എന്ന് തന്നെ പറയണം, അകാരണമായി ഒരു സംഘർഷവും ഇല്ലാത്ത സമയത്താണ് കഴിഞ്ഞ ഒക്ടോബർ 5 അല്ലേ ഈ ഹമാസ് പോയിട്ട് അവിടെ ആക്രമിച്ചത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഭൂമിയിലെ ആരുടെയും സഹായമില്ലെങ്കിലും അവരുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ, സമാധാനം അത് ഉറപ്പുവരുത്താൻ ജോർഡാൻ നദിയുടെ അപ്പുറത്താണെങ്കിൽ പോലും ഈ തീവ്രവാദികളെ, ചാവേർ പോരാളികളെ വെച്ച് പൊറുപ്പിക്കില്ല എന്നൊരു നയം അവർ ഏതാണ്ട് ഇത്ര 75 കൊല്ലം കൊണ്ട് എത്തിച്ചേർന്നതാണ്. ഇനി അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്കൊരു ചോദ്യമുണ്ട് മാഷിൻ്റെ അടുത്ത്. CPM പാകിസ്ഥാൻ്റെ കൂടെയാണോ, പാകിസ്ഥാൻ CPMൻ്റെ കൂടെയാണോ? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ഉയർത്തി ചർച്ച അവസാനിപ്പിക്കാം. അതെ, കുഴപ്പിക്കുന്ന ചോദ്യം. അതിനൊരു മറുപടി പറഞ്ഞാൽ എന്റെ കയ്യിലൊരു ഉത്തരവില്ല. അപ്പൊ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം, കൗതുകം നിറഞ്ഞ ചോദ്യമാണ്, സറ്റയറാണ്. ആ ചോദ്യം ഉയർത്തി നമുക്ക് അവസാനിപ്പിക്കാം. തൽക്കാലം ഈ ചർച്ച നമുക്ക് ഓപ്പണന്റ് ആയിരിക്കട്ടെ, ഇനിയും നമുക്ക് തുടരാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.